ഹായ് ജാക്കി, കമോൺ, വാ വാടാ. വാ മോനെ. ഹൗ ആർ യു ഡാർലിംഗ്? വാ കുട്ടാ, വാ വാ. ഒരു ഞാനൊന്ന് കഴിച്ചു, നീ കിടന്നു. രാജു, എന്താ ഈയിടെ സ്ഥിരമായി നീ ലേറ്റ് ആയിട്ട് വരുന്നത്? കമ്പൻസറി ഉണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ ലേറ്റ് ആയത്. ഫ്രം ടുമോറോ ഓൺവേർഡ്സ് യു വിൽ റീച്ച് ഹോം ബിഫോർ 9 o'clock ആൻഡ് വി വിൽ ഹാവ് അവർ ഡിന്നർ ടുഗദർ ഹിയർ. ചൂടായല്ലേ തമ്പിച്ചായ? ഐ എം നോട്ട് എ സ്കൂൾ ഗോയിങ് കിഡ്. ഐ എം ഡൂയിങ് മൈ ഫൈനൽ ഇയർ ഇൻ കോളേജ്. ഈസ് ഇറ്റ്? ഞാൻ അറിഞ്ഞില്ലല്ലോ. നിന്റെ മുടി എന്താടാ ചെമ്പിച്ചിരിക്കുന്നത്? ഓ മുടിയോ? ജസ്റ്റ് ഫോർ എ ചേഞ്ച്. ചേഞ്ചാ? നാളെ രാവിലെ ഒരു സ്ഥലം വരെ പോണം. എങ്ങോട്ടാ? അപ്പം പറഞ്ഞാൽ മതി. എന്തിനാണെന്നെങ്കിലും പറഞ്ഞൂടെ? സൗകര്യം ഇല്ലെങ്കിലോ? ആസ് യു വിഷ്. മോളെ, 3 മാർക്ക് 10-ലല്ല 100-ൽ. അപ്പോ അങ്ങനെ 4ാമത്തെ പെണ്ണ് കാണലും കഴിഞ്ഞു. ആ ചരക്ക് തമ്പിച്ചാന് ചേരില്ല. ഓ സോറി, ആ പെണ്ണ് തമ്പിച്ചാന് ചേരില്ല. എനിക്ക് എത്ര മോശമായിട്ട് തോന്നിയില്ല. പോരാ. എന്റെ സിസ്റ്ററിനുള്ള സുന്ദരിയായിരിക്കണം. ഷി ഷുഡ് ബി ബ്യൂട്ടിഫുൾ. നല്ല വെളുത്തൊതുങ്ങിയ ശരീരവും ഒത്ത പൊക്കവും ഉണ്ടായിരിക്കണം. അണ്ടർസ്റ്റാൻഡ്? തമ്പിച്ചാൻ വിഷമിക്കണ്ട, പറ്റിയ പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചേരാം. 100 കിലോമീറ്റർ വണ്ടി വെറുതെ ഓടിയല്ലോടാ. ചിന്നൻ എവിടെ പോയി? അവനെന്താ വരാഞ്ഞേ? അവന് വീട്ടിൽ പോണെന്ന് പറഞ്ഞു, പിന്നെ ഞാൻ നിർബന്ധിക്കാൻ പോയില്ല. അല്ല, നിനക്ക് ഡ്രൈവിംഗ് പഠിച്ചൂടെ? നിനക്ക് ഡ്രൈവിംഗ് അറിയാമായിരുന്നെങ്കിൽ ഇത്രയും ദൂരം മുഴുവൻ ഞാൻ തന്നെ വണ്ടി ഓടിക്കണം. ഓ, ഐ ഡോണ്ട് ലൈക്ക് 4-wheelers. ഐ ഫൈൻഡ് ത്രിൽ ഇൻ ബൈക്ക് റൈഡിംഗ്. അണ്ടർസ്റ്റാൻഡ് മിസ്റ്റർ ഫിലിപ്പോസ് മണവാളൻ? കുറുപ്പേട്ട, ഐ ഹാവ് ടു ഗോ. ഒരു 500 രൂപ. 2-3 ദിവസം മുമ്പല്ലേ കുഞ്ഞ് 500 രൂപ വാങ്ങിയത്? അത് ഫീസ് കിട്ടിയില്ലേ? ഇപ്പോഴെന്തിനാ? ബുക്ക് വാങ്ങാൻ. ലിസ്റ്റ് ഇതാ, ഞാൻ കൃഷ്ണനെ വിട്ട് വാങ്ങിപ്പിച്ചു തരാം. ഞാൻ വാങ്ങിച്ചു. എന്താ, എന്നെ വിശ്വാസമില്ലേ? അതുകൊണ്ടല്ല രാജുമോനെ, തമ്പിച്ചായം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കാര്യമില്ലാതെ ആർക്കും കാശ് കൊടുക്കരുതെന്ന്. ബുക്കില്ലാതെ പിന്നെ ഞാനെന്താ പത്രം വായിച്ചാ പഠിക്കണ്ടേ? ചെണ്ട പോലെ 2 വശത്തും തല്ലുള്ള എനിക്ക് വയ്യ. അകത്തൊരു വാക്കൊന്ന് ചോദിച്ചാ മതി. ലുക്ക് മിസ്റ്റർ, ഐ ഡോണ്ട് കെയർ എ ഡാം. എനിക്ക് സൗകര്യമില്ല. നിങ്ങൾക്ക് തരാൻ മനസ്സിലെങ്കിൽ അത് പറഞ്ഞാൽ മതി. രാജു, നിനക്ക് എന്തിനാ ഇപ്പൊ 500 രൂപ? റെക്കോർഡ്സ് വാങ്ങണം. പിന്നെ വേറെയും 3-4 ബുക്സ് ഉണ്ട്. ഐ എം നോട്ട് ജോക്കിംഗ്. വേണ്ടി നോക്കാം. വാങ്ങേണ്ട പുസ്തകത്തിന്റെ പേരും വിലയും ഇതിലുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇത് കാണിച്ചാണല്ലോ നീ എന്റെ 500 രൂപ വാങ്ങിയത്. അത് പിന്നെ ആകാശ് പ്രസാദ് വാങ്ങി, പിന്നെ തരാമെന്ന് പറഞ്ഞു. എന്താ കയ്യിൽ? ഓ, ഇറ്റ്സ് നത്തിങ്. കൊതു കടിച്ചാണെന്ന് തോന്നുന്നു. ഇവിടെ ഇരിക്കായിരുന്നോ? ഗുഡ് മോർണിംഗ് തമ്പിച്ചായ. ഗുഡ് മോർണിംഗ്. ഞായറാഴ്ച ആയിട്ടിന്ന് പള്ളി കണ്ടില്ല. വൈകിട്ടത്തെ മാസത്തിന് പോകാന്ന് വിചാരിച്ചു. സിസിലേ, രേണു വന്നിരിക്കുന്നു. ഇത് രാജുവിന്റെ നാടകത്തിന്റെയും ഡാൻസിന്റെയും കാസറ്റ്. ഇത് പാടിയ പാട്ടിന്റെ ഓഡിയോ കാസറ്റ്. ഇതെങ്ങനെ അവിടെ വന്നേ? കാണാൻ വേണ്ടി ഡാഡി വാങ്ങിച്ചോണ്ട് പോയതാ. എന്താ പൊതിയില്? ഹാവ് സം സ്വീറ്റ്സ്. സ്വീറ്റ്സോ? എന്താണ് വിശേഷം? എടുക്കൂ, എന്നിട്ട് പറയാം. വിശേഷം എന്താന്ന് പറ. ബർത്ത്ഡേ. ആഹാ, വിഷ് ഹാപ്പി ബർത്ത്ഡേ. അയ്യോ, എന്റെ ബർത്ത്ഡേ അല്ല. പിന്നെ ആരുടെയാ? ഓ, ഇന്ന് രാജുവിന്റെ ബർത്ത്ഡേ ആണ്. വരൂ.
രാജുവും രേണുവും തമ്മിൽ സ്നേഹമായിരുന്നോ? കല്യാണം വരെ ഉറപ്പിച്ചിരുന്നു. രാജു മയക്കുമരുന്ന് കഴിക്കുമായിരുന്നെന്ന് ഗ്രേസി ചേച്ചി പറഞ്ഞു. രാജു എങ്ങനെയാ മരിച്ചത് തമ്പിച്ചായ? പറയാവുന്നതാണെങ്കിൽ പറഞ്ഞാ മതി. അതിലെന്ത് രഹസ്യമായിരിക്കുന്നു? എല്ലാവർക്കും അറിയാവുന്ന കാര്യം. SSLCക്ക് ഫസ്റ്റ് റാങ്ക്, PDCക്ക് ഹൈ ഫസ്റ്റ് ക്ലാസ്, സ്പോർട്സ്, ആർട്സ്, മ്യൂസിക് എല്ലാത്തിലും രാജു സമർത്ഥനായിരുന്നു. രാജു ഡിഗ്രി കോഴ്സിന് പഠിക്കുന്ന സമയം വേണ്ടാത്ത ചില കൂട്ടുകെട്ടുകളിൽപ്പെട്ട് അവൻ മയക്കുമരുന്ന് ശീലിച്ചു തുടങ്ങി. ഏറെ താമസിയാതെ അതിനടിമയുമായി. തമാശന് പോലും കളവ് പറയാത്ത അവൻ കാശിന് വേണ്ടി ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കി. ഇതൊന്നും ആദ്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. അഡിക്റ്റ് ആയതോടുകൂടി കാശിന്റെ ആവശ്യവും കൂടി. അതിനുവേണ്ടി അവൻ പല വരുമാന മാർഗങ്ങളും തേടി. രാജു അമച്ചൂർ നാടകങ്ങളിലൊക്കെ അഭിനയിക്കുമായിരുന്നു. ഒരു ദിവസം ചരച്ചോണ്ട് നിൽക്കാതെ അടിയടേ, മാനേജ് വരുന്നു. രാജു പോകുന്നില്ലേ? പ്രോഗ്രാം കലക്കി കേട്ടോ. എത്രയുണ്ട്? 200. അയ്യേ 200. ബാക്കിയോ? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ. അഡ്ജസ്റ്റ്മെന്റ് ഒരു രക്ഷയില്ല. പറ്റില്ല. 300-ൽ 5 പൈസ പറഞ്ഞ് ഞാൻ വാങ്ങില്ല. രാജു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താലോ? എന്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ? ഈ പ്രാവശ്യം അഡ്ജസ്റ്റ് ചെയ്യും. കഴിഞ്ഞ തവണ തന്നെ പറഞ്ഞു. അടുത്ത പ്രാവശ്യം ചേർത്തന്നെ. അടുത്ത പ്രോഗ്രാമിന്റെ അടുത്ത് ഇപ്പോൾ ഉള്ളതാ. ബാക്കി നിങ്ങൾ ഡ്രസ് ചേഞ്ച് ചെയ്യുന്നില്ലേ? സമയമില്ല. നാളെ സമിതിയിൽ എത്തിച്ചേക്കാം. പിന്നെ ഞങ്ങൾ വന്ന ജീപ്പിന്റെ പെട്രോൾ കാശോ? അതും കൂടെ ചേർത്താ തന്നത്. ആ എന്നാ, ആ ഉള്ളി ചെന്നാൽ പുലോകം തരികിടവിത്ത ആരടാ വഴിയിൽ നിൽക്കുന്നു? പുലോകം ക്ഷമിക്കണേ ഞാനെ, ഒരിത്തിരി കൂടിപ്പോയി. ഒരു പ്രശ്നവുമില്ല, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. എല്ലാം ഉള്ളി ചെന്നാൽ ലോകം
ആ നിർത്ത് 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 നിർത്ത്. ചേടാ ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. വണ്ടി വിട്. ഓടിക്കോ ഓടി. നിക്കണം അവിടെ. നടക്കണം. ശ്രീധര, സാറേ ഒരു പാക്കറ്റ് സിഗരറ്റ് വേണം. ഈ പി സിമാര് പറഞ്ഞു കേൾക്കുന്നില്ല. ലോക്കപ്പിലാണ് ഭയങ്കര കൊതുക്. ഉറക്കം വരുന്നില്ല. നേരം വെളുപ്പിക്കണ്ടേ? നിനക്ക് സിഗരറ്റ് വാങ്ങി തരാനല്ലേ ശമ്പളം ഒന്നും ഞങ്ങളെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. അതെ. എന്താ എത്ര സംശയം? കൊണ്ടുപോടാ. കണ്ടില്ലേ, ഇതാണ് അവന്റെ സംസാര രീതി. തർക്കുത്തരമേ പറയൂ. എന്തിനീ വേഷം മാറി ഡ്രൈവർമാരെ ഭീഷണിപ്പെടുത്തി കാശ് പിരിച്ചെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുക, അവരും ഞങ്ങളും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ എന്ന്. ഞങ്ങൾ സർക്കാർ ശമ്പളം വാങ്ങിയത് ചെയ്യുന്നു, അവരതല്ലാതെ ചെയ്യുന്നുവെന്ന്. ഇങ്ങനത്തെ ചൊറിയുന്ന വർത്താനം പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും പിലിപ്പേ? ആ, ഇന്നിവിടെ ലോക്കപ്പിൽ കിടക്കട്ടെ. നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കാം. അവിടെ ജാമ്യം എടുത്തു. അയ്യോ, അത് രാജൻ അങ്ങനെ പറയും. കോടതിയിൽ ഹാജരാക്കിയാൽ നാട്ടുകാർ മുഴുവൻ അറിയും. പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ നിന്റെ കാല് പിടിക്കാം. ഈ പ്രാവശ്യത്തേക്കൊന്ന് ക്ഷമിക്കണം. എനിക്ക് വേണ്ടി പ്ലീസ്. ഐ ആം സോറി ഫിലിപ്പ്. ഐ ആം ഹെൽപ്ലെസ്. ഹി ഹാസ് കമ്മിറ്റഡ് എ വെരി സീരിയസ് ഒഫൻസ്. ചാർജ് ചെയ്യാതെ പറ്റില്ല. പിന്നെ ഞാനൊരു ഹെൽപ്പ് ചെയ്യാം. കോടതി കൂടുന്നതിന് മുമ്പ് മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ ഞാനവരെ ഹാജരാക്കാം. നിന്റെ അഡ്വക്കേറ്റ് അവരെ ജാമ്യത്തിൽ ഇറക്കട്ടെ. രാജു, എന്ത് കോലമാണ്? നിനക്ക് എന്ത് പറ്റി? നീ എന്താ മോനെ ഇങ്ങനെ? നീ ഐ എം സോറി. ഐ എം സോറി തമ്പിച്ചായ. ഇവിടുന്ന് കുറച്ചകലെ ഒരു അച്ഛൻ നടത്തുന്ന ഹോസ്പിറ്റലുണ്ട്. ഡ്രഗ് അഡിക്സിനെ ചികിത്സിക്കാൻ അച്ഛൻ പ്രഗത്ഭനാണെന്ന് അറിഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ രാജുവിനെയും കൊണ്ട് അച്ഛനെ കാണാൻ ചെന്നു. വരൂ. രണ്ടു മൂന്ന് ദിവസം അവനെ ഒബ്സർവ് ചെയ്യണം. എന്നിട്ട് വ്യക്തമായിട്ട് പറയാൻ സാധിക്കൂ എന്ത് ടൈപ്പ് ട്രീറ്റ്മെന്റ് വേണ്ടി വരുമെന്ന്. ചിലപ്പോൾ കുറച്ചു ദിവസം കിടക്കേണ്ടി വരും. എന്തായാലും വിരോധമില്ല. അച്ഛൻ അവനെ രക്ഷിക്കണം. രക്ഷപ്പെടുത്താൻ ഞാൻ ആളല്ല. ഐ ക്യാൻ ഓൺലി ഹെൽപ്പ് ഹിം ടു റിക്കവർ. അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ചികിത്സ പൂർണ്ണമായും വിജയിക്കും. അതുണ്ടച്ചു, തീർച്ചയായിട്ടും ഉണ്ട്. ആ, എങ്കിൽ നല്ല. ഒരു മാസത്തോളം അവൻ ഹോസ്പിറ്റലായിരുന്നു. ഈ റിക്കവേർഡ് കംപ്ലീറ്റ്ലി. ഞങ്ങൾ എല്ലാവരും സന്തോഷിച്ചു. പഴയ കൂട്ടുകാരെ കണ്ടാൽ വീണ്ടും ടെംപ്ടേഷൻ ഉണ്ടാകാമെന്നാണ് അച്ഛൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ അവനെ മദ്രാസിലേക്ക് അയച്ചു. മദ്രാസ് ഓഫീസിലെ കാര്യങ്ങൾ അവൻ നോക്കി. കൂട്ടത്തിൽ ഒരു പ്രൈവറ്റ് കോളേജ് ചേർന്ന് പഠിത്തവും തുടർന്നു. രക്ഷപ്പെടണമെന്ന് അവൻ ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെന്ന്
ഞാൻ വിശ്വസിച്ചു. പക്ഷേ എനിക്ക് തെറ്റുപറ്റി. ഒരു ദിവസം മദ്രാസിൽ നിന്നൊരു ഫോൺ വന്നു. ഞാൻ എത്രയും വേഗം അങ്ങോട്ട് ചെല്ലണമെന്ന്. No, I will not come. Leave me. Leave me. He's my brother. Why you bother, man? I said leave him.